ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വേളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കപ്പയില്ല, അത് ചെണ്ടമുറിയനായിട്ട് പുഴുങ്ങിയതും പിന്നെ അതിന് പറ്റിയ 2 ചമ്മന്തികളും ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം അവിടെ കപ്പ ഇരിക്കണ കണ്ടു. അപ്പോൾ നമ്മൾ മേടിച്ചു കേട്ടോ. നല്ല കപ്പയായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെണ്ടമുറിയൻ എന്നാണ് പറയുക ഇങ്ങനെ നുറുക്കുന്നതിന്. അങ്ങനെ നുറുക്കി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ ഇപ്പോൾ പലരും കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുക്കറിലാണ് പലരും കപ്പ പുഴുങ്ങണത് കേട്ടോ. അതൊരിക്കലും നല്ലതല്ല കേട്ടോ. കപ്പയിലൊരു സയനൈഡ് എന്ന് പറഞ്ഞൊരു വിഷമുണ്ട്. അപ്പം അത് നമ്മൾ കപ്പ ഈ കുക്കറിലൊക്കെ പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ കിടക്കുമല്ലോ. ഇത് ശരിക്കും ഓപ്പണായിട്ട് തന്നെ പുഴുങ്ങണം. നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പണ്ടുള്ളവർ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുക്കറിൽ ഒരിക്കലും പുഴുങ്ങാറില്ല. അപ്പോൾ പലരും കുക്കറിലാണ് വേവിക്കണത്, എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലാണ് വേവിക്കണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മുടെ കപ്പയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ ഇട്ടത്. അന്ന് വെന്ത് വരുമ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ വിണ്ടിങ്ങനെ വന്നോളൂ കേട്ടോ. അപ്പോൾ നല്ല കപ്പയായിരുന്നു, പെട്ടെന്ന് തന്നെ വേവുന്ന കപ്പയായിരുന്നു കേട്ടോ. ചില സമയത്താണെങ്കിൽ നല്ല കപ്പ കിട്ടും, ഇതുപോലെ പെട്ടെന്ന് വേവുന്നു. ചിലപ്പം എത്ര വേവിച്ചാലും വേവാത്ത കപ്പയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയത് നല്ല കപ്പയായിരുന്നു, പെട്ടെന്ന് തന്നെ വേവുന്ന കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കപ്പ പുഴുങ്ങുന്നതും എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ചമ്മന്തി പലരും പലതരത്തിലായിരിക്കുമല്ലോ അരയ്ക്കണത്. അപ്പോൾ അതും കൂടി ഇടാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കപ്പ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അടപ്പ് വെച്ചിട്ട് വെള്ളം അതിൻ്റെ ഊറ്റിക്കളയാം കേട്ടോ. അപ്പം ഞാനിത് അരിയൊക്കെ വാർക്കണ മാതിരിയാണ് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല അടിപൊളി കപ്പ വെന്തത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിന് പറ്റിയൊരു ചമ്മന്തിയാണ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ചമ്മന്തി അരയ്ക്കണത്. എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളികേരം, പിന്നെ ചെറിയ ഉള്ളി, അതിലൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയൊരു ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പുളി, പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പ്, പിന്നെ നമ്മുടെ ചുമന്ന മുളകും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. പണ്ടൊക്കെ ഇത് അരച്ചെടുക്കുന്നത് അരകല്ലിലാണല്ലോ. അപ്പോൾ അതിങ്ങനെ ഉണ്ടയായിട്ട് ഇങ്ങനെ അധികം വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ മിക്സിയിലായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കണം, അല്ലെങ്കിലും നമ്മൾ കലക്കിയിട്ടാണല്ലോ എടുക്കണം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം നമ്മൾ നന്നായിട്ട് അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചമ്മന്തിക്ക് പിന്നെ നമ്മൾ വറുത്തിടില്ല കേട്ടോ. കടുകും മുളകും ഒന്നും വറുത്തിടില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൂട്ടുക. സാധാരണ കപ്പയ്ക്ക് ഞാനിങ്ങനെ ചെയ്യാറ്, വറുത്തിടാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ കപ്പയ്ക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരി മുളകും ഈ ചെറിയ ഉള്ളി ഉപ്പും കൂടി ഇട്ടൊരു ചമ്മന്തി അരയ്ക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഇല്ലാത്ത കാരണം ഞാൻ പച്ചമുളകാണ് എടുത്തേക്കണത്. ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും കൂടി ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അതിങ്ങനെ കലക്കണത് കേട്ടോ. ആ ഒരു ചമ്മന്തിയും സൂപ്പറാണ് കേട്ടോ. നമ്മുടെ കപ്പയോട് നല്ല കോമ്പിനേഷനായിട്ടുള്ള ചമ്മന്തിയാണിത്. ശരിക്ക് കാന്താരി മുളകാണ് ടേസ്റ്റ്, എങ്കിലും പച്ചമുളക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും കൊണ്ടുള്ള ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ എൻ്റെ വീട്ടിലൊക്കെ അച്ഛൻ ഈ ചമ്മന്തിയുടെ ഒപ്പം എരിവിനാന്ന് തോന്നുന്നുണ്ട് പണ്ട് മുതൽ ചെയ്തു വന്നിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മുളകില്ലേ, ഈ ചുമന്ന മുളക് ഇങ്ങനെ ചുട്ടിട്ട് പിന്നെ നമ്മുടെ ഈ ചമ്മന്തിക്ക് കൂടെ ഇങ്ങനെ ഉടച്ച് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് ഉടച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ അത് കുട്ടിക്കാലത്ത് അത് കഴിച്ച കാരണം എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ആ നാവിന്ന് ആ ടേസ്റ്റ് പോയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ കപ്പ ചമ്മന്തി ഉണ്ടാക്കുമ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ മുളക് ചുട്ടിട്ട് തൈര് ഒഴിച്ച് ഇങ്ങനെ ഉടച്ച് കഴിക്കും കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ഇപ്പോൾ 2 മുളക് ചുട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ തൈരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് കപ്പ വിളമ്പാം കേട്ടോ. ഇനി ഈ ചുമന്ന ചമ്മന്തിയിലാണ് നമ്മൾ ഈ ചുമന്ന മുളക് ഇങ്ങനെ തിരുമ്മിയിട്ട് കുറേ തൈര് ഒഴിച്ചിട്ട് ആ ഒരു കോമ്പിനേഷൻ, അത് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നമ്മൾ ആദ്യം ചുമന്ന ചമ്മന്തി വിളമ്പി, ഇനി നമ്മുടെ പച്ചമുളകും ഉള്ളിയും വെളിച്ചെണ്ണയും കൂടെയുള്ള ചമ്മന്തി വിളമ്പി, ഇനി ഈ ചുമന്ന ചമ്മന്തിയിലേക്കാണ് നമ്മൾ ആ ചുട്ട മുളകിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അത് നല്ലൊരു കോമ്പിനേഷനാണ്, ഈ തൈരും ചമ്മന്തിയും ഈ ചുമന്ന ചുട്ട മുളകും കൂടെ. അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഉപ്പി കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കപ്പയുടെ കോമ്പിനേഷനായിട്ടുള്ള ചമ്മന്തികൾ കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ചമ്മന്തികളാവും കേട്ടോ. അവർ കുട്ടിക്കാലത്ത് ഏതാ കഴിച്ചാൽ അതായിരിക്കും ടേസ്റ്റ്. ഇത് ചിലപ്പം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും കുട്ടിക്കാലത്ത് കഴിച്ചതാണല്ലോ നമുക്ക് എപ്പോഴും ആ വായിൽ ആ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കപ്പയും ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, പ്രത്യേകിച്ച് പുതിയ സംഭവമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.